അതിൽ മുങ്ങാൻകുഴിയിട്ട ഒരു 12 വയസ്സുകാരൻ്റെ കാതുകൾ ഏതോ റെയിൽപാലത്തിൽ പൊന്തിയപ്പോൾ ഗണ്ടം പപ്പടം മാത്രം. പാലത്തിൽ ഗണ്ടം പപ്പടം മാത്രമേ കേൾക്കണുള്ളൂ മെഹബൂബക്ക. കൊല്ലത്തെ പപ്പടം അഷ്ടമുടിക്കായലി വീണ് പോയടേ. അടുത്ത ഖണ്ഡം ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്, ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലത്തെ ചെറിയ ചെറിയ ഖണ്ഡങ്ങളാണ് ഈ കാണുന്നത്. 6 കൊല്ലം കഴിഞ്ഞ് ദില്ലിയിൽ നിന്ന് മെഹബൂബക്കയുടെ കത്ത്. കോയി ബഡാ പേട്ട് ഗിർത്താ ഹെ തോ ധർത്തി തോടി ഹിൽത്തി ഹെ എന്നും പറഞ്ഞുകൊണ്ടാടേ ഇപ്പോൾ ഇവിടെ ട്രെയിനുകൾ ഓടണത്. CPIയിൽ ചേരൂ, റഷ്യയിൽ പോവാം, ഗാന്ധി എന്താക്കി ഇന്ത്യയെ മാന്തിപ്പുണ്ണാക്കി തുടങ്ങിയ മലയാള തീവണ്ടികൾ മാത്രം ഓടിയിരുന്ന പാളങ്ങൾക്ക് കുറുകെ മെഹബൂബക്കയുടെ പേട് കടപുഴകി വീണു. ആ ചൊല്ലിൽ ചീർത്തു പൊന്തിയ അർത്ഥം തിരിയാതെ ഞാൻ മറുപടി എഴുതി. അപ്പം തീവണ്ടികൾ ഹിന്ദിയിൽ ഓടും അല്ലേ? താമസിയാതെ മെഹബൂബക്ക സിയാച്ചിനിലേക്ക് ട്രാൻസ്ഫറായി. വല്യാപ്പ മരിച്ചിട്ടും വരാനാവാതെ മഞ്ഞിലിരുന്നുരുകി. എൻ്റെ വൻമരം വീണടാ. മഹാത്മജി സ്പാൻ ഷോപ്പ് എന്ന് പുകഴ്പെറ്റ സ്വന്തം ജാപ്പാണക്കടയെയും അയലത്തെ സർദാരിണി പെണ്ണിനെയും ഉപേക്ഷിച്ച് വല്യാപ്പ ലാഹോറിൽ നിന്ന് രക്ഷപ്പെട്ടത് പാകിസ്ഥാൻ പാർട്ടീഷ്യൻ എന്ന് ദില്ലിയിലേക്ക് ഓളിയിട്ട ഒരു പുകവണ്ടിയിലാണത്രേ. തോക്കുകളോടും വടിവാളുകളോടും ദക്ഷിണാമൂർത്തി എന്നാണത്രേ പേര് പറഞ്ഞത്. വീട്ടിലെ അരപ്രൈസിൽ ചാരിയിരുന്ന് എന്നെ ചേർത്ത് പിടിച്ച് വട്ടത്തിൽ വിട്ട കാജാബീഡി പുകയിലേക്ക് ചൂണ്ടി വല്യാപ്പ പാടിയ പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഖാലിസ്ഥാൻ എന്ന തീവണ്ടിയിൽ ഞാനിപ്പോൾ രവിയും ബിയാസും സത്ലജും ഒന്നിച്ച് നീന്തുവാടാ. വല്യാപ്പയാണല്ലേ നിങ്ങളെ തീവണ്ടി ഭാഷ വായിക്കാൻ പഠിപ്പിച്ചത്? തീവണ്ടികളാണ് പഠിപ്പിച്ചത്. വല്യാപ്പയും ഒരു തീ പിടിച്ച വണ്ടി. മഞ്ഞുരുകി അഹമ്മദാബാദ്, അമൃത്സർ, ധോൽപൂർ, ഗാംഗ്ടോക്ക്. മെഹബൂബക്ക തീയും പുകയുമില്ലാതെ അലഞ്ഞു. പെണ്ണ് കെട്ടാൻ പോലും വന്നില്ല. അവധിക്ക് സബർമതിയിലേക്കും ജയ്സാൽമീറിലേക്കും മേഘാലയങ്ങളിലേക്കും വണ്ടി പിടിച്ചു. ഇതിനിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ പുസ്തകങ്ങളിലും നാഗമ്പടം പാലത്തിനടിയിലെ കഞ്ചാവിലും ധ്യാനിച്ച് എൻ്റെ തലയിൽ വേറെയും ശകടങ്ങൾ മൂളിപ്പറക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പം നാഗമ്പടം പാലത്തിനടിയിലൊന്നും കിട്ടൂല എന്ന് തോന്നുന്നു കഞ്ചാവ്. ഇരട്ടവാലൻ പുഴു പോലെ ഒരിക്കൽ ഞാൻ തുളച്ചു കയറി. നിങ്ങൾക്ക് പലതും അറിയില്ല മെഹബൂബക്ക. താക്കൂർ ബ്രാഹ്മൺ ബനിയാ ഛോട് ബാക്കി സഭയെ DS4 എന്ന് ഒരു ഉൾനാടൻ കവലയിൽ നിന്ന് തിരിച്ച വലിവണ്ടി ഇപ്പോൾ തിലക് തരാസു ഓർ തൽവാർ ഇൻകോ മാരോ ചൂത്തേ ചാർ എന്ന് ഗംഗാ സമതലത്തിൽ എമ്പാടും ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല മെഹബൂബക്ക. തീവണ്ടിപ്പാതയില്ലാത്ത കിഴക്കൻ മലകളിലെ വടക്ക് കുനാനിലെ പൊഷ്പോറയിലെ അടിവയറുകളിൽ കല്ലിച്ച് കിടക്കുന്ന നിശബ്ദതയെ നിങ്ങൾ കേട്ടിട്ടില്ല മെഹബൂബക്ക. അതിന് എൻ്റെ ദേശീയ ഗാനം തീവണ്ടി അല്ലേടാ ഹാമുക്കെ. പാമ്പൻ പാലം കടന്ന് ശ്രീപെരുമ്പത്തൂർ എന്നിഴഞ്ഞ ചാവേർ വണ്ടിയെപ്പറ്റി ഒറ്റക്കൊമ്പൻ റൈനോയുടെ പടം പതിച്ച കാർഡ് വന്നത് 991 കാസിരംഗയിൽ നിന്ന്. 92 ഗാന്ധിത്തലയുള്ള സാദാ പോസ്റ്റ് കാർഡുകൾ പലയിടങ്ങളിൽ നിന്ന് തുരുതിരെ വന്നു. സൗഗന്ധ് രാം കി ഗാത്തെ ഹെ മന്ദിർ വഹാ ബനായേംഗെ ഏക് കക്ക ഓർ ദോ ബാബരി മസ്ജിദ് जोड़ दो ये तो हो गया काशी मदिरा बाकी है. ഇമെയിലുകൾ അദൃശ്യരായ തീവണ്ടികളാണടാ. 2003 അഹമ്മദാബാദിൽ നിന്ന്. പകരം മെഹബൂബ് എലോൺ 1961@hotmail.com WH ഓഡൻ്റെ നൈറ്റ് മെയിലിലെ വരികൾ ഞാൻ അയച്ചു കൊടുത്തു. ദിസ് ഈസ് ദ നൈറ്റ് മെയിൽ ക്രോസിംഗ് ദ ബോർഡർ, ബ്രിങ്ങിങ് ദ ചെക്ക് ആൻഡ് ദ പോസ്റ്റൽ ഓർഡർ. ലെറ്റ് us for the rich, let us for the poor, the shop at the corner and the girl next door. മെഹബൂബക്ക അത് സബർമതി എക്സ്പ്രസ്സിലേക്ക് വിവർത്തനം ചെയ്തു. മുസൽമാൻ കാ ഏക് ഹേ സ്ഥാൻ, പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ, ഗോദ്ര ഗുൽബർഗ് നരോദ പാഠ്യ, ഖുൻ ക ബദല ഖുൻ. ദില്ലിയിൽ നിന്നുള്ള ഇലക്ട്രിക് ട്രെയിനുകൾ
നാലുകാലിൽ ഗോമാതാക്കി ജയ് അമറിക്കൊണ്ടിരിക്കെ 2015 സെപ്റ്റംബർ ഒടുവിൽ മെഹബൂബക്ക പെൻഷനായി. നാട്ടിൽ വാങ്ങിയ ഒറ്റയാൾ ഫ്ലാറ്റിലേക്ക് മടക്കം. അഖിലാഖ് അഖിലാഖ് അഖിലാഖ്. കറവ പറ്റിയ ഗാവുകളെ വകഞ്ഞ് അറക്കവാൾ പോലെ തെക്കോട്ട് പാഞ്ഞ രാജധാനി എക്സ്പ്രസിൻ്റെ ശബ്ദകാകോളം മോന്തി ദക്ഷിണാമൂർത്തിയായ വല്യാപ്പ രാവിളിക്കോളം ചുടലനൃത്തം ചവിട്ടി. ഞാൻ തന്നെയാടാ മുഹമ്മദ് അഖിലാഖ്, നിന്റെ നാടോടി വല്യാപ്പ. വെളുപ്പിന് മെഹബൂബക്കയുടെ വാട്സപ്പ് മെസ്സേജ്: നമുക്കേ കൊച്ചിയിൽ മഹാത്മജീസ് പാൻ ഷോപ്പ് തുറക്കണം, രാത്രി ഞാൻ അങ്ങേരോട് ഏറ്റുപോയി. 2017 ജൂൺ 19 അന്നാണ് കൊച്ചിൻ മെട്രോ തുടങ്ങുന്ന ദിവസം കേട്ടോ. 2017 ജൂൺ 19 തീവണ്ടിയുടെ കടകട ലോകത്തിലെ എല്ലാ ശബ്ദങ്ങളിലേക്കും വിവർത്തനം ചെയ്യാൻ പഠിപ്പിച്ച മെഹബൂബയ്ക്കരികെ കൊച്ചിൻ മെട്രോയുടെ ഒരു പുതിയാപ്പിള കോച്ചിൽ ഞാൻ ചെവികൂർപ്പിച്ചിരിക്കുന്നു. ഡേയ്, കണ്ണ് കാതിൽ വെക്കണ്ട, ഒന്നും മിണ്ടാതെയായി ട്രെയിൻ ഓടണത്. സത്യം, ശബ്ദമില്ലാത്ത സ്റ്റീൽ വേഗം. ശബ്ദം കൊച്ചിക്കായലിൽ വീണുപോയടേ. നിശബ്ദതയുടെ ദേശീയ ഗാനം മുഴങ്ങി, ഞങ്ങൾ കലൂരിറങ്ങി. നിശബ്ദതയുടെ ദേശീയ ഗാനം മുഴങ്ങി, ഞങ്ങൾ കലൂരിറങ്ങി. ചതുപ്പിൽ ഇരകപ്പുല്ല് പോലെ പൊന്തിയ അപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നിലേക്ക് മെഹബൂബക്ക നടന്നുപോയി. ഫുട്പാത്തിൽ അടുത്ത കങ്കാണി വണ്ടിക്ക് കാക്കുന്ന ദ്രാവിഡ ഉത്കല വങ്ക നാടുകൾക്കിടയിലൂടെ. ചതുപ്പിൽ ഇരകപ്പുല്ല് പോലെ പൊന്തിയ അപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നിലേക്ക് മെഹബൂബക്ക നടന്നുപോയി. ഫുട്പാത്തിൽ അടുത്ത കങ്കാണി വണ്ടിക്ക് കാക്കുന്ന ദ്രാവിഡ ഉത്കല വങ്ക നാടുകൾക്കിടയിലൂടെ.